ഞാൻ ആദ്യത്തെ റേഡിൽ എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. രണ്ടാമത്തെ റേഡിൽ ഞാൻ കോടികൾ ഫൈൻ അടച്ചിട്ടുണ്ട്. ഐ എം നോട്ട് ദ ബിലീവർ ഓഫ് യെല്ലോ മെറ്റൽ. അങ്ങനെ എപ്പോഴെങ്കിലും അല്ലെങ്കിൽ ഒരു റെയ്ഡ് ഫേസ് ചെയ്യേണ്ട ഇഷ്യൂ ഒക്കെ വന്നിട്ടുണ്ടോ? ഇവിടെ ഏത് ബിസിനസ്സുകാരന് ഒരു റെയ്ഡോ ഇല്ലാത്ത അപ്കമിങ് എല്ലാ വലിയ ബിസിനസ്സുകാർക്ക് റെയ്ഡൊക്കെ ഉണ്ടാവും. അതെൻ്റെ രണ്ടാമത്തെ റെയ്ഡല്ലേ. എനിക്ക് ആദ്യത്തെ റെയ്ഡ് 1994 വന്ന റെയ്ഡാണ്. അത് വലിയ റെയ്ഡായിരുന്നില്ലേ. റെയ്ഡ് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട്സ് ഒന്ന് ചെക്ക് ചെയ്യും, നമ്മുടെ അക്കൗണ്ട്സിൽ അവർ വെരിഫൈ ചെയ്യും, എന്തെങ്കിലും ഉണ്ടോ നോക്കും. നമ്മൾ തെറ്റാണെങ്കിൽ അവർ ഫൈൻ അടയ്ക്കും. അത് തന്നെ. പിന്നെ ഞാൻ ആദ്യത്തെ റെയ്ഡിൽ എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. രണ്ടാമത്തെ റെയ്ഡിൽ ഞാൻ കോടികൾ ഫൈൻ അടച്ചിട്ടുണ്ട്. ഞാൻ ഫൈൻ. അതൊക്കെ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ബിസിനസ്. അത് നമ്മുടെ ബിസിനസ്സിന് ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ചില മിസ്റ്റേക്സ് ഉണ്ടാവാം. ആ മിസ്റ്റേക്സ് അവർ കണ്ടുപിടിക്കണം, അതിൽ നമ്മൾ ഫൈൻ അടയ്ക്കണം. നിങ്ങളിപ്പോൾ ഓവർ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫൈൻ വരില്ലേ? അല്ലേ? ഉറപ്പായിട്ടും വരും. അത്രേ ഉള്ളൂ. ഞങ്ങൾ തിങ്ക് ചെയ്യണം, അത്രേ ഉള്ളൂ. ഇത് വലിയ കാര്യമൊന്നുമില്ല. ഓൾമോസ്റ്റ് ഓൾ ദ ബിഗ് ബിസിനസ് പീപ്പിൾ ഹാസ് ഗോൺ ത്രൂ ദിസ്. അതുകൊണ്ട് നമ്മളങ്ങോട്ട് പൊട്ടിപ്പൊളിഞ്ഞ് പോകും ഇന്ന് പോകുകയെന്നല്ല. നമ്മുടെ അക്കൗണ്ട്സ് ഇതെല്ലാം പെർഫെക്റ്റ് ആവും. മനസ്സിലായില്ലേ? നമുക്കൊരു ചെക്കാണത്. അവർ നമുക്കൊരു ചെക്ക് തന്നു. രാത്രി വെള്ളം അടിച്ചിട്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഊതുവോ? അതെന്തിനാ? നമ്മുടെ ജീവന്റെ ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടല്ലേ. അത് മാത്രമല്ല, ഗവൺമെന്റ് പൈസ അങ്ങ് ഉണ്ടാവും അല്ലേ? രണ്ടെണ്ണം ഉണ്ട്. സെയിം തിങ്. നമ്മുടെ അക്കൗണ്ട്സ് ഒന്ന് ചെക്ക് ചെയ്യുന്നു, നമുക്ക് എവിടെയെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടോ അങ്ങനെയൊക്കെ നോക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. അതൊന്നും വലിയ കാര്യമല്ല. ഓൾമോസ്റ്റ് ഓൾ ദ ബിഗ് ബിസിനസ് പീപ്പിൾ ദേ ആർ ഓൾ ഗോൺ ത്രൂ ദിസ്. അത് നമ്മുടെ ബിസിനസ് ചെക്കാണ്. അത്രോ കേട്ടോ. ഓജിയുടെ ഒരു സ്റ്റൈല് തന്നെ വേറെ ഒരു രീതിയിലാണ്. അപ്പം ഈസ് ദേർ സംതിങ് ബിഹൈൻഡ് ദ സ്റ്റൈൽ? ഓജി സ്റ്റൈൽ. ഓക്കെ. ഇപ്പോഴല്ലേ മൂവി എല്ലാം പറഞ്ഞു ഓജി എന്നും, അതേപോലെ തന്നെ പലരും ഓജി എന്നൊക്കെ പറഞ്ഞു. പിന്നെ എൻ്റെ പേര് ഭയങ്കര ഇതായിരുന്നു, യുണീക്ക് നെയിം ഇതല്ല. ഈ എന്ത് ആ സിനിമയും കൂടെ വന്നു കഴിഞ്ഞ് പിന്നെ എന്റെ ഡിമാൻഡ് പോയി. ഞാൻ നോക്കിയപ്പോൾ ഓജി സിനിമ അടിപൊളി. അതെ. ഈ ഒരു പെൻഡന്റ് എന്താണ് സംഭവം? 2 സിൽവർ ചെയിൻസ്. അതൊക്കെ 3 സിൽവർ ചെയിനുണ്ട്. അതൊക്കെ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഓരോന്ന് മേടിക്കണം. മെക്സിക്കോ ഒന്ന് മേടിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഓരോ സാധനങ്ങൾ കാണുമ്പം മേടിക്കുന്നു. അതൊക്കെ ഐ എം നോട്ട് ദ ബിലീവർ ഓഫ് യെല്ലോ മെറ്റൽ. ഐ ഡോണ്ട് ബിലീവ് ഇൻ യെല്ലോ മെറ്റൽ. യെല്ലോ മെറ്റൽ ആണ് എക്സ്പെൻസീവ്, ബട്ട് അതാണ് നിങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് സ്വർണം. ഓക്കെ, സോ ഐ കോൾ ഇറ്റ് യെല്ലോ മെറ്റൽ. അതെ അല്ല, ആയിരിക്കുള്ളൂ. എനിക്കിഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞു. ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ്. ഞാൻ ഒരിക്കലും എനിക്ക് സ്വർണ്ണമൊന്നും ഇല്ല. ഞാൻ സ്വർണ്ണമൊന്നും ഇടാറുമില്ല. അതെ. വല്ലപ്പോഴും ഒരു രുദ്രാക്ഷം സ്വർണ്ണത്തിൽ ഉണ്ടായിരുന്നു. അതിപ്പം എവിടെ പോയാവോ. പണ്ട് സ്വർണത്തിൻ്റെ സ്വർണ്ണമൊന്നും വാങ്ങാറില്ലെങ്കിൽ പോലും 5-6 ലക്ഷം രൂപയുടെ വാച്ച് കൈ കിടപ്പുണ്ട്. ഇല്ലടോ, മലയാളികളെല്ലാവരും റോളക്സ് ആണ്. പക്ഷേ ഞാനൊന്ന് റോളക്സ് കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് ഇതിനേക്കാളും വില ഉണ്ടായിരുന്നു. ദിസ് ഈസ് ബ്ലൂ ഓഷൻ, ബർട്ട്ലിംഗ് ബ്ലൂ ഓഷനാണ്. അപ്പം ഇതും വിലയുള്ള വാച്ചാണ്. പക്ഷേ ആ പൈസ വെച്ചിട്ട് നമ്മൾ റോളക്സ് ആയിരുന്നെങ്കിൽ ആ റോളക്സിന് എപ്പോഴും വില കൂടിക്കൊണ്ടിരിക്കും. മനസ്സിലായല്ലോ? റോളക്സിൻ്റെ വില എപ്പോഴും കയറിക്കൊണ്ടിരിക്കും. അതാ ഇത് ഇങ്ങനത്തെ വാച്ച് ഇഷ്ടമുള്ളവർക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. ബർട്ട്ലിംഗ് ഈസ് മെയിൻലി ആ ഒരു വാച്ചിനോട് താല്പര്യമുള്ള ആൾക്കാരുണ്ട്.